കണ്ടില്ലേ ബി.ജെ.പിയുടെ അസഹിഷ്ണുതയുടെ രൂപം? പാലക്കാട് UDF-ന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണം നടത്തില്ലേ? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. തടയാൻ പാടുണ്ടോ? പാടില്ല. ആ പിഷാരടിയെ തടഞ്ഞില്ലേ? ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ? ബി.ജെ.പി മറ്റുള്ളിടത്ത് കാണിക്കുന്നതിന്റെ ഒരു സാമ്പിൾ ഇപ്പോ പാലക്കാട് കാണിച്ചിരിക്കുന്നു. അതാണ് നാം കാണേണ്ടത്. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും വ്യത്യസ്തതയില്ല. ഞങ്ങള് കോൺഗ്രസിനെയും UDF-നെയും ശക്തമായി നേരിടുന്നവർ തന്നെയാണ്. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ മര്യാദ പുലർന്നു പോകണം. ഞാനിപ്പോൾ എന്താ കേട്ടത്? രാജാവല്ലേ ഈ പറഞ്ഞത്? സ്വപ്നം കണ്ടതാണോ? അല്ല. എന്തൊക്കെ പറഞ്ഞാലും സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് 100% ശരിയാണ്. ജനാധിപത്യത്തിൽ ജനാധിപത്യ മര്യാദ എന്നൊന്നുണ്ട്. അത് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ഞാനൊരിക്കൽ പണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്. 50 വർഷമാണ് ഉമ്മൻചാണ്ടി സാർ ഒരു മണ്ഡലം ഭരിച്ചത്. അതിനിപ്പോഴും പാർട്ടി ഗ്രാമം, കോൺഗ്രസിന്റെ പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമം കേരളത്തിൽ ഇല്ല. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വരെ ഏത് പാർട്ടിക്കും അവിടെ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ ഒരു ജനാധിപത്യ രീതിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഏറ്റവും സങ്കടം, ഞാൻ അത്ര തീക്ഷ്ണമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പോയതോ അങ്ങനെയൊന്നും വന്നിട്ടുള്ള ഒരാളല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ഫെയർ പൊളിറ്റിക്സിൽ നിൽക്കണം, ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ പോകണമെന്ന് ഉദ്ദേശിച്ച് തന്നെ പോവുകയും പ്രചരണ വണ്ടി മാറ്റിയിട്ട ശേഷം ഒരു അമ്മ അവിടെ വീട്ടിൽ പോകാൻ പറ്റുന്ന ഇപ്പോൾ അപ്പുറത്തൊരു അമ്പലത്തിലേക്ക് പോകുന്ന പറഞ്ഞൊരു പൊതുവഴിയിലൂടെ നടക്കുമ്പോഴാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്ന് നിൽക്കുന്ന ഒരു സ്ത്രീ. ഞാൻ അങ്ങനെ ഈ മണ്ഡലത്തിൽ അത്തരത്തിലൊരു എന്താ പറയുന്നത് സംഘർഷപരിതമായ അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ട് ആളുകളുടെ ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇല്ല. പക്ഷേ വളരെ വിഷമം തോന്നിയ എനിക്ക് ഒരു ദുരനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും ദിവസം ഇവിടെ നടക്കുമ്പോഴും കിട്ടിയെടുത്തു നിന്നുള്ളതിനേക്കാളൊക്കെ വിഷമം തോന്നിയൊരു വലിയ അനുഭവമായി പോയത്, അവരൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മെമ്പറാണ്. അവർ ഭരണഘടന അറിയാത്തതുകൊണ്ടാണോ ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണോ നമ്മളൊരു പൊതുസ്ഥലത്തുകൂടെ നടക്കുമ്പോൾ നമ്മളോട് വന്നിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇതിൽ നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുള്ളത് അവർ തന്നെ പറയട്ടെ. ഞാൻ ഇനി പിഷാരടി പറഞ്ഞത് കറക്റ്റാണ്. അവർക്ക് ഭരണഘടന ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ ജനാധിപത്യ മര്യാദ എന്താണെന്നും അറിയില്ല. ഇതിപ്പോൾ BJP-ക്കാർ അവരുടെ മുഖത്ത് കരിവാരി തേച്ച പോലെയായി.